രാമു സുനിൽ കഥ തിരക്കഥ എഴുതി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ഇന്നലെ റിലീസ് ചെയ്ത ആസിഫ് അലി ചിത്രം രേഖാചിത്രം തിയേറ്ററിൽ പോയി കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. പീരിയോഡിക് ആയിട്ടുള്ള 40 വർഷം മുമ്പ് നടന്ന ഒരു ക്രൈമിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ്. പടം തുടങ്ങുന്നത് തന്നെ ആസിഫ് അലി, നായകൻ ആസിഫ് അലിയാണ്. ആസിഫ് അലി വിവേക് എന്ന് പറഞ്ഞ CI സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹത്തിന് ഒരു പനിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമ്മി കളിച്ചതിൻ്റെ പേരിൽ, ഡ്യൂട്ടി സമയത്ത് റമ്മി കളിച്ചതിൻ്റെ പേരിൽ, ഓൺലൈൻ റമ്മി കളിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുകയാണ് മലക്കപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽസിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് പെടുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ക്രൈം, ഒരു ഇൻസിഡൻറ്റ്, ഒരു മർഡർ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം. അത് നടക്കുന്നതോ 40 വർഷം പുറകിലേക്കാണ് നടന്ന ഒരു ഇൻസിഡൻറ്റ്. 1985 നടന്നൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നടന്ന ഒരു ക്രൈം, ഒരു തിരോധാനം, ഒരു മർഡർ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണമാണ്. അതിനി മർഡർ ആണോ എന്ന് തന്നെ അറിയില്ല, ഇനി ആരാ മരണപ്പെട്ടതെന്നുള്ള അറിയില്ല. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഇതിലുണ്ട്. ഇതിൽ ചെയ്ത ആൾക്ക് പോലും ആരെയാണ് കൊന്നതെന്ന് അറിയില്ല. ആ രീതിയിലുള്ള ഒരു സംഭവം. ആ സംഭവത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ തുമ്പുണ്ടാക്കുന്നതും ആ കൊലയാളിയിലേക്ക് എത്തിച്ചേരുന്നതും, അങ്ങനെ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളതും, അങ്ങനെ എത്തിച്ചേരുന്ന ഓരോ പോയിന്റും അതിൻ്റെ മർഡർ, അതായത് കൊലയാളി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോ ആൾക്കാരെയും ഓരോ കണ്ണികളെയും വിച്ഛേദിക്കുകയും, അതായത് ഇദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുന്ന സ്റ്റേജിൽ ആരാണോ ഇദ്ദേഹത്തിനെതിരെ സാക്ഷി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇദ്ദേഹത്തിനെതിരെ തെളിവ് കൊടുക്കാൻ പോകുന്നത്, അവരെ ബ്രൂട്ടലായിട്ട് കൊല്ലും ചെയ്യാം. ആ രീതിയിൽ ഒരിക്കലും തന്നിലേക്ക് എത്താൻ പറ്റൂല എന്നുള്ള രീതിയിൽ ആ കൊലയാളി അവിടെ വിലസുക. അയാൾ ആരാണെന്നൊക്കെ നമുക്കറിയാം, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കറിയാം. പക്ഷേ അയാളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു 1.5 മേക്കിങ്ങിൽ ചെയ്തു വെച്ച ഒരു ഗംഭീര ചിത്രമാണ് രേഖാചിത്രം. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പഴയ കാലഘട്ടം 1985 കാലഘട്ടമൊക്കെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഗംഭീരമാണ്. അന്നത്തെ കാലത്തെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, വണ്ടികളായിക്കോട്ടെ, പിന്നെ സംസാര രീതി ആയിക്കോട്ടെ, അന്നത്തെ കാലത്തെ ബിൽഡിങ്ങുകളായിക്കോട്ടെ, ഒക്കെ അതേപോലെ നമുക്ക് തോന്നും. ഒരു 1985-86 കാലഘട്ടത്തിൽ എങ്ങനെയാണോ അതൊക്കെ നല്ല രീതിയിൽ പോർട്രേ ചെയ്യാനായിട്ട് ഇതിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല BGM ആണ്, നല്ല സ്ക്രീൻ പ്ലേ, എല്ലാ രീതിയിലും മികച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. നല്ല ഒരു ഗംഭീര പെർഫോമൻസാണ് ആസിഫ് അലിയുടെ സൈഡിൽ ഉണ്ടായിട്ടുള്ളത്. ആസിഫ് അലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ 2024-2025 പീരീഡിൽ ഒരു ഡ്രങ്കാർഡായിട്ട്, ഒരു മുഴുക്കുടിയനായിട്ടും അഭിനയിക്കുന്നുണ്ട്. ഈ 2 കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്തു വെച്ചുള്ള ക്യാരക്ടർ നല്ലതാണ്. അനശ്വര രാജൻ്റെ പെർഫോമൻസ് ഡീസൻ്റാണ്, നല്ല അത്യാവശ്യ രീതിയിൽ തന്നെ അവർ ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് നല്ല നല്ല ഒരു പറ്റം പെർഫോമൻസിന്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് മനോജ് K. ജയൻ്റെ ഒരു പ്രകടനമാണ്. അദ്ദേഹമാണ് ഈ പടത്തിലെ ഒരു നെടുന്തൂണ്. അദ്ദേഹത്തിനെ വെച്ചിട്ട് അദ്ദേഹത്തിലേക്ക് ഈ ക്രൈമൊക്കെ ചെയ്ത് അദ്ദേഹമാണെന്നുള്ള കാര്യം തന്നെ മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിനകത്തൊരു ത്രില്ലിങ് എലമെൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, ആ മൈനർ എക്സ്പ്രഷൻസ്, ആ കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള മറുപടികൾ ഒക്കെ വളരെ മികച്ച രീതിയിലായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് കാലത്തിന് ശേഷമാണ് മനോജ് K. ജയനെ നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഒരു സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ദുൽഖർ സൽമാൻ്റെ പടത്തിൽ ഒരു ഗംഭീര പ്രകടനമായിരുന്നു മനോജ് K. ജയൻ കാഴ്ചവെച്ച്. ഈ പടത്തിലും ആ കൊടുത്ത റോള് ഇതിലും ഗംഭീരമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധം മനോജ് K. ജയൻ ചെയ്തു വെക്കും ചെയ്തിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് ആകെത്തുക പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഒരു 9 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം രേഖാചിത്രം. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം, ഫാമിലിയുടെ കൂടെ പോയി കാണാം, കുട്ടികളൊക്കെ കൊണ്ടുപോയി കണ്ട് എൻജോയ് ചെയ്ത് വന്ന് ത്രില്ലടിച്ച്, അതായത് ഇതിനകത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോയിന്റ് വരെ അത്രക്കും നമ്മളെ ഈ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്ന രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് ജോഫിൻ ടി ചാക്കോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് വലിയൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുത്തേ പറ്റും. അത്രക്കും മികച്ച രീതിയിൽ ഓരോ ആക്ടേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മേക്കിങ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ്. പ്രത്യേകം എടുത്ത് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ്. പഴയ കാലഘട്ടത്തിനോട് യോജിക്കുന്ന രീതിയിൽ BGM ചെയ്തു വെച്ചിട്ടുണ്ട്, ഈ കാലഘട്ടത്തിനോട് യോജിക്കുന്ന രീതിയിൽ BGM ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പോസിറ്റീവ് എലമെൻറ്റ്സ് ആണ്. പിന്നെ 1985 കാലഘട്ടത്തിൽ ഒരു പടത്തിൻ്റെ റെഫറൻസിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പടം വികസിക്കുന്നത് തന്നെ. കാതോട് കാതോരം എന്ന് പറഞ്ഞ പടം, ഭരതൻ ഡയറക്റ്റ് ചെയ്ത പടം, നമ്മളുടെ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച്
പടം. അപ്പോൾ അതിനകത്ത് മമ്മൂട്ടി വരുന്നുണ്ട്. മമ്മൂട്ടിനൊക്കെ ആ ചെറുപ്പകാലം കാണിച്ചിരിക്കുന്നത് മമ്മൂട്ടിനെ AI വഴിയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും പിന്നെ ഇടക്കിടക്ക് ചില നാരോ മൈന്യൂട്ട് ഷോട്ടുകൾ മാത്രമേ മമ്മൂട്ടിനെ കാണിക്കുള്ളൂ. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അനശ്വര രാജൻ്റെ പെർഫോമൻസ് ആണെങ്കിലും പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു പടമാണ് ആസിഫ് അലിക്കും നമ്മൾക്ക് പ്രേക്ഷകർക്കും കിട്ടുന്നത് ഈ ഒരു രേഖാചിത്രത്തിലൂടെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. സോ എ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് രേഖാചിത്രം.